എല്ലാവർക്കും എൻട്രിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോയിൽ PGD കോഴ്സിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. PGD കോഴ്സിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മളൊരു വീഡിയോയിൽ ചെയ്തതാണ്. പക്ഷേ ഇതിന് കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്? ഓക്കെ, നമുക്ക് ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊക്കെ കരിയർസ്, ഏതൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസിന്, ജോബ് സെക്ഷനിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും? പലർക്കുള്ളൊരു കൺഫ്യൂഷനാണ്. അന്ന് ആ വീഡിയോയിൽ ഞാൻ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്തതാണെങ്കിലും കുറച്ച് കാര്യങ്ങൾ, കരിയറിൻ്റെ കാര്യം എടുത്ത് എല്ലാ ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പേഴ്സണലി മെസ്സേജ് അയച്ചും ചോദിച്ചിട്ടുണ്ടായിരുന്നു. PGD കോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, എൻ്റെ ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ, PGDയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് പ്രൊഫഷണൽ ഗ്ലോബൽ ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷനാണ്. ഇത് സ്കോട്ടിഷ് ക്വാളിഫിക്കേഷൻ അതോറിറ്റി, അതായത് ഒരു ഹയർ അതോറിറ്റിയാണ്. നമ്മുടെ UK US ആ ഒരു യൂറോപ്യൻ കൺട്രീസിൽ ബേസ് ചെയ്തിട്ടുള്ളൊരു ഹയർ അതോറിറ്റിയാണ്. ആ അതോറിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലെവൽ 7 കോഴ്സാണ് PGD. ലെവൽ 7 കോഴ്സ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ നാട്ടിൽ ഡിഗ്രിക്ക് മുകളിലുള്ളൊരു കോഴ്സാണ്. നമ്മൾ ഡിപ്ലോമ എന്ന് കേൾക്കുമ്പം ഇത് നമ്മൾ തരം താഴ്ത്തി കാണാൻ പാടില്ല, ഒരിക്കലും തരം താഴ്ത്തി കാണാൻ പാടില്ല. കാരണം അവിടെ കോഴ്സിൻ്റെ പേരൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. ഇത് നമ്മുടെ നാട്ടിലെ ഡിഗ്രിക്കാണ് മുകളിലാണ്. അവരുടെ ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസ് ആയാലും അങ്ങനെയുള്ള വിദേശത്ത് ഡിഗ്രിക്ക്, ബേസിക് ഡിഗ്രിയേക്കാളും മുകളിലുള്ളൊരു കോഴ്സാണ് PGD. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഒരുപാട് ബെനിഫിറ്റ് ഈ കോഴ്സിനുണ്ട്. ഇത് ആർക്കൊക്കെ ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാം? ഇപ്പം ഞാൻ പറഞ്ഞു, ഡിഗ്രിക്ക് മുകളിലുള്ള കോഴ്സാണ് മാസ്റ്റേഴ്സിൻ്റെ, അതായത് PGയുടെ തൊട്ട് താഴെയുള്ള ഡിഗ്രിക്കും മാസ്റ്റേഴ്സിനും ഇടയ്ക്കുള്ള കോഴ്സാണ് PGD. അതുകൊണ്ട് തന്നെ ആ ഒരു കോഴ്സിന് അതിൻ്റേതായ ബെനിഫിറ്റുകൾ ഉണ്ട്. ആർക്കൊക്കെ ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും? ടീച്ചിങ് ജോലിയിൽ നിൽക്കുന്ന, നിലവിൽ കറൻ്റ്ലി ടീച്ചിങ് ജോലിയിൽ റൺ ചെയ്യുന്ന, നമ്മൾ ആ ഒരു പ്രൊഫഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഈ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരുപാട് ടീച്ചേഴ്സിന്, ഇപ്പം ഞാനും ഒരു ടീച്ചറാണ്, ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിലും പറയുകയാണ്, ഞാനൊരു ടീച്ചറാണ്. അപ്പോൾ അന്നൊക്കെ നമ്മൾ ചിന്തിക്കും, കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ചിന്തിക്കും, ഏതൊരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ വിദേശത്ത് പോയി ജോലി ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഞാൻ ഒരുപാട് ഇതിന് അപ്ലൈ ചെയ്തിട്ടുണ്ടോ, ഇഷ്ടംപോലെ. ഞാൻ BEd ഒക്കെ കഴിഞ്ഞാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് വിദേശ, ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസൊക്കെ അന്നും സ്വപ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്വപ്നം വെച്ചിട്ട് നമ്മൾ ഈ BEd ഒക്കെ വെച്ചിട്ട് അവിടെ ഇങ്ങനെ പല ഓൺലൈൻ സൈറ്റിൽ കൂടെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് പല സ്ഥലത്തു നിന്ന് റിജക്ഷൻ ഏർപ്പെട്ടിട്ടുണ്ട്. പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം എന്ന് പറയുന്നത്, നമ്മുടെ ഒരു ബേസിക് BEd മാത്രം പോരാ, അവർക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഒരു കോഴ്സ്, നല്ലൊരു കോഴ്സ് തപ്പിപ്പോയപ്പോഴത്തേക്കൊന്നും അങ്ങനെ അതിനെപ്പറ്റിയൊന്നും ഒരു അറിവ് കിട്ടാത്തൊരു കാലഘട്ടമായിരുന്നു അന്നത്തെ ഒരു മേഖല എന്ന് പറയുന്നത്. ഞാൻ പറയുന്നു, ഇപ്പോൾ യൂട്യൂബൊക്കെ ഒരുപാട് വളർന്നു, എല്ലാ മേഖലകളും, ഇൻ്റർനെറ്റ്, ടെക്നിക്കൽ എല്ലാ ഫീൽഡും വളർന്നപ്പോഴത്തേക്ക് ഒരുപാട് കോഴ്സുകളെ പറ്റി നമ്മൾ അറിയാനിടയായി. ഇപ്പോൾ ടീച്ചേഴ്സിന് നമുക്ക് ഒരു സ്വപ്ന ജോലി ആഗ്രഹിക്കാൻ പറ്റുന്നൊരു കോഴ്സ് തന്നെ വേണമെങ്കിൽ നമുക്ക് PGDയെ പറയാം. ലെവൽ 7 കോഴ്സ് എന്ന് തന്നെ പറയാം. ഇത് ക്രെഡിറ്റ് ബേസ്ഡ് സിസ്റ്റമാണ്. ഓക്കെ, കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ, 8 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ആ ഒരു വീഡിയോ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. PGD കഴിഞ്ഞ വ്യക്തികൾക്ക് വിദേശത്തും സ്വദേശത്തും, വിദേശ രാജ്യങ്ങളിലാണ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ. വിദേശത്തുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണല്ലോ നമ്മൾ പറയുന്ന അഡ്വാൻസ്ഡ് പ്രാക്ടീഷണേഴ്സ്. സോ ഈ ഒരു കാര്യം നമ്മൾ മെഡിക്കൽ ഫീൽഡിലൊക്കെ കേട്ടിട്ടുണ്ട്. എഡ്യൂക്കേഷൻ ഫീൽഡിലും ഒരു എന്താ പറയുന്നത്, ഡീറ്റെയിൽ ആയിട്ട് സബ്ജക്റ്റിനെ പറ്റി പഠിപ്പിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഒരു ടോപ്പ് പൊസിഷനൊക്കെ വേണമെങ്കിൽ നമുക്കതിനെ വിളിക്കാം അഡ്വാൻസ്ഡ് പ്രാക്ടീഷണേഴ്സ് എന്ന് നമുക്ക് വിളിക്കാം. അപ്പം ഒരു ടോപ്പ് പൊസിഷൻ, ഒരു എഡ്യൂക്കേഷൻ ഫീൽഡിൽ, സ്കൂൾ മേഖലയിലൊക്കെ ടോപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തി. അതുപോലെ തന്നെ സബ്ജക്റ്റ് ലീഡേഴ്സ്, സബ്ജക്റ്റിലുണ്ടല്ലോ പല സബ്ജക്റ്റുകൾ നമുക്കുണ്ട്. അപ്പം സബ്ജക്റ്റ് ലീഡേഴ്സായിട്ട്, അതിൻ്റെ ലീഡേഴ്സായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാം. ഇതൊക്കെ അവിടുത്തെ ഉള്ള പോസ്റ്റുകളാണ് കേട്ടോ. ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. നമുക്ക് HOD എന്നൊക്കെ പറയത്തില്ല, ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്, കോളേജിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഹെഡായിട്ട് നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യാൻ സാധിക്കും. ഹെഡ് ടീച്ചേഴ്സ്, ക്ലാസ് ടീച്ചേഴ്സ്, ഹെഡ് ടീച്ചേഴ്സായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. വൊക്കേഷണൽ ഇൻസ്ട്രക്ടേഴ്സായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നെറ്റ് റെഫർ ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടോപ്പിക്, ഓരോ മേഖലയെ പറ്റി അറിയണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് നെറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ കയറി നോക്കിയാൽ മതി. ഓക്കെ, ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് അഡ്വൈസേഴ്സ്. അപ്പം ലേണിങ്ങിൻ്റെ, അതിൻ്റെ ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ അഡ്വൈസ് ചെയ്യുന്ന വ്യക്തികൾ, അഡ്വൈസേഴ്സായിട്ട് നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യാം. അക്കാഡമിക് ട്യൂട്ടേഴ്സായിട്ട്, ടീച്ചേഴ്സായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. എഡ്യൂക്കേഷൻ നോക്കുന്ന മാനേജേഴ്സായിട്ടും, അതുപോലെ അഡ്മിനിസ്ട്രേറ്റേഴ്സായിട്ടും, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കംപ്ലീറ്റ് അഡ്മിനിസ്ട്രേഷൻ ഭാഗങ്ങൾ, അഡ്മിനിസ്ട്രേഷനൊക്കെ അതിൻ്റെ ഒരു കംപ്ലീറ്റ് അതോറിറ്റി ആയിട്ട് നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു മിയോ സബ്ജക്റ്റ് ടീച്ചറിന് പുറമെ നമുക്ക് നിരവധി, ഈ ഒരു കോഴ്സ് കഴിയുന്നതിലൂടെ നിരവധി പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു
വസ്തുത എന്ന് പറയുന്നത്. പല ആൾക്കാർക്കും വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ സാധിക്കും ഷുവറായിട്ടും. ഇപ്പോൾ ഈ വിദേശത്ത് പോകാൻ വേണ്ടി ഒരുപാട് ഏജൻസികളെ നമ്മൾ സമീപിക്കാറുണ്ട്. ഒരുപാട് ഏജൻസികളെ നമ്മൾ സമീപിച്ച് അവരോട് ചോദിക്കുക, അവർക്ക് ഭീമമായിട്ടുള്ളൊരു തുക നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അത് മോശമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നമുക്ക് അതിനേക്കാളും ഇപ്പം വിദേശത്ത് പോയ കുറേ ആൾക്കാരുടെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് നമുക്കിപ്പോൾ ഒരുപാട് കോൺടാക്റ്റുകൾ നിങ്ങൾക്കായാലും എനിക്കായാലും ഉണ്ട്. ഞാൻ അന്വേഷിച്ചറിഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇവിടുന്ന് അപ്ലൈ ചെയ്യാം. യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോകുന്നതായാലും അല്ലെങ്കിൽ ജോബിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നതായാലും നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് വേണമെങ്കിൽ ഇപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസും സൈറ്റുകളും അവൈലബിൾ ആണ്. ലിങ്ക്ഡിൻ പോലുള്ള സൈറ്റുകൾ, ഇൻഡീഡ് പോലുള്ള സൈറ്റുകൾ. ഇവിടേക്ക് ഒരു ജോബ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ CV, അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് CV ഉണ്ട് കേട്ടോ. നമ്മൾ ജസ്റ്റ് പണ്ടൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ബയോഡേറ്റ എന്ന് പറഞ്ഞിട്ട് ഒരു ജസ്റ്റ് ടോപ്പിക് എഴുതും, പേര്, അഡ്രസ്സ്, പിന്നെ നാഷണാലിറ്റി, വയസ്സ് എത്ര, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എത്ര എന്ന് പറഞ്ഞൊരു ഒരു ബേസിക് ഫോമാറ്റിലാണ് നമ്മൾ പല ആൾക്കാരും CVs ഇപ്പോഴും സ്റ്റിൽ പല ആൾക്കാരും ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല, CVക്ക് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. വന്നതിലൂടെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നതിലൂടെ CV ക്രിയേഷന് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നമുക്ക് ജസ്റ്റ് ഇപ്പം അറിഞ്ഞൊരു വസ്തുത എന്ന് പറയുമ്പോഴത്തേക്ക് പല കാര്യങ്ങളും നമ്മൾക്ക് CV റിജക്റ്റ് ചെയ്യാനുള്ള, നമ്മൾ വിദേശത്തൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് CV റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഓക്കെ, സോ ഒരു ബെറ്റർ CV വിത്ത് ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ. ഓരോ സ്ഥലത്ത് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ, ടീച്ചറുമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ, നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുന്നു, ഓക്കെ, ഒരു CBSE ആയാലും റെസിഡൻഷ്യൽ സ്കൂളായാലും ഗവൺമെൻറ് സ്ഥാപനമായാലും നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ അവിടെ ഒരു വർക്ക് ചെയ്ത മേഖലയിലുള്ള ഡീറ്റെയിൽ, നിങ്ങൾ എന്തൊക്കെയാണ് അവിടെ ആ ജോബ്, നിങ്ങളുടെ ജോബ് റെസ്പോൺസിബിലിറ്റി എന്തായിരുന്നു, ജോബ് റോൾ എന്തായിരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം CVയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഒരു ബെറ്റർ CV ഉണ്ടായിരിക്കണം. ഓക്കെ, ബെറ്റർ CV ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഇതുപോലുള്ള പൊസിഷൻ, ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഇരുന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കോഴ്സ് കഴിയുന്നതിലൂടെ വിദേശത്തുള്ള ടീച്ചിങ് ജോബ് ഓപ്പർച്യൂണിറ്റീസിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഏജൻസികളെ സമീപിക്കാം, അവർ കോഴ്സ് പ്രൊവൈഡ് ചെയ്യും. റീസെൻ്റ്ലി 2-3 ആഡ്സൊക്കെ പല വാട്സപ്പ് പേജുകളിലും ഏജൻസികളുടെ അവിടെ ഒരു യൂട്യൂബ് ചാനലൊക്കെ കണ്ടിട്ടുണ്ട്. ടീച്ചേഴ്സിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ചോദിക്കുന്നത് ഈ ഒരു കോഴ്സും അവിടെ ഞാൻ കണ്ടായിരുന്നു. PGD എന്ന് പറഞ്ഞ കോഴ്സുണ്ട്. അതുപോലെ ജസ്റ്റ് നമ്മളൊരു മാസ്റ്റേഴ്സ് എടുക്കുകയാണെങ്കിൽ അവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ടീച്ചേഴ്സിന് വിദേശത്തുണ്ട്. അപ്പം അതറിയാതെ നിങ്ങൾ പോവല്ല. സോ ഈ ഒരു കോഴ്സ് നിങ്ങൾ എന്തുകൊണ്ടായാലും നിങ്ങൾക്ക് ഇത്രയും പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുള്ളത് കൊണ്ട് ഇതൊരു ബെനിഫിറ്റ് ആയിട്ടുള്ള കോഴ്സ് തന്നെയാണ്. ഈ ഒരു കോഴ്സിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാൻ പറ്റുന്നതാണ്. ഇനി അതല്ല, ഞങ്ങൾ അങ്ങോട്ട് വിളിക്കണമെന്നാണെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ ഒരു ഗൂഗിൾ ഫോം തന്നിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യുക. ഞങ്ങളുടെ അക്കാഡമിക് അഡ്വൈസർ നിങ്ങളെ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്ത് PGD കോഴ്സിനെ പറ്റിയുള്ള കാര്യങ്ങളും അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസും പ്ലേസ്മെൻറ്റ് കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരുന്നതാണ്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. ശുഭദിനം.